അങ്ങനെ അസീസ് രാജാവ് ഒരു സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല, സ്വപ്നവ്യാഖ്യാതാക്കളെയെല്ലാം വിളിച്ചു വരുത്തി സ്വപ്നം അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആര് എന്ത് പറഞ്ഞിട്ടും അദ്ദേഹം കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ആ സമയത്താണ് മുമ്പ് ജോലിയിൽ കയറിയ, അഥവാ മുമ്പ് ജയിലിലടക്കപ്പെട്ട അദ്ദേഹത്തിനെ തിരിച്ചെടുത്തല്ലോ സാക്കി ഓടി വന്ന് മഹാരാജാവിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഇരിക്കും നേരെ മിലസാക്കി മാനദാകം നീനത്തെ ഇലങ്കും നേനെ ബിയോനിൽ മോളിന്തുള്ള പാദത്തെ പറഞ്ഞവൻ മഹാരാജ ഇബ്രാനി അടിമ മനാമിന്ന് താഴ്വിറുകൾ മോളിന്തിടും നിജമാ മൊളിയുന്നേയ ദുർപ്പം ഇന്നെനക്കനുഭവമാ പുതുമ കണ്ടിടും എന്നെ ആയേക്കോരിൽ ക്ഷണമാ കളങ്കമ്മയ്യവർ വാക്കിൽ വരൂല നിശ്ചയമാ കതിക്കാമെണ്ടനെ രാജ ബലാത്തുൾ കലമാ. അപ്പം സാക്കി മഹാരാജാവിൻ്റെ മുമ്പിലേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ജയിലിൽ ഇബ്രാനിയായിരിക്കുന്ന ഒരു അടിമയുണ്ട്. അദ്ദേഹം സ്വപ്നവ്യാഖ്യാനം പറയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളുടെ ഈ സ്വപ്നം കരറ്റായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അതാ സാക്കിയെ രാജാവ് വിടുകയാണ്. അങ്ങനെ അനുവാദം കിട്ടിയ ഉടനെ തന്നെ രാജാവിൻ്റെ അടുക്കൽ നിന്നും അതാ സാക്കി യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് ജയിലിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് യൂസുഫ് നബിയോട് പറയുകയാണ്, ബിരുത്തിയാവൻ പെർമ തന്നെ രാജൻ അസീസിന് ഒരു വികട സംവേശം കണ്ടെന്നങ്ങോരും പറയുന്നു. അരിമ അസീസ് നീൽ എന്ന ആറിൻ്റെ തീരത്തിൽ നില അപ്പോതിൽ കണ്ടവർ പുഷ്ടിയേറിയ കോലത്തിൽ വർണ്ണം അയ്യോർക്കോർമ്മ ഇല്ല ഏള് പശു മുന്നേ ഉര വായേ നീലാറ്റിന്നും വന്ന് കേറി കരക്കം നദിയുടെ തീരത്ത് രാജാവ് നിൽക്കുന്ന സമയത്താണ് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് ആ സ്വപ്നം കണ്ടത്? 7 തടിച്ചു കൊഴുത്ത പശുക്കൾ, അതിനുശേഷം 7 മെലിഞ്ഞൊട്ടിയ പശുക്കൾ. ഈ മെലിഞ്ഞൊട്ടിയ പശുക്കൾ തടിച്ചു കൊഴുത്ത പശുക്കളെ തിന്നുന്ന രംഗമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ആ രംഗം ഇവിടെ കവി പറയുന്നു, ദർശിത്ത് രാജം മുൻ ഉത്തേള് പാശുക്കള ഉടൻ ചാടി ആ ക്ഷീണിത്തെ ഏളും ചെണ്ട് ഭുജിക്കലായി ഇരസക്കനിയായി പോലെ തിന്നിട്ടും ക്ഷീണിത്തെ പശു എള്ളും മേലിഞ്ഞികോ ഡാണ് മേയുന്ന കാലത്തെ